സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ അർദ്ധവാർഷിക ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഈ മാസം 30-ന് അവസാനിക്കും. അടുത്ത 4 ദിവസത്തിനകം പദ്ധതി പ്രകാരം സ്വദേശിയെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 1 മുതൽ പരിശോധന ഊർജിതമാക്കും. സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം കാട്ടുന്ന കമ്പനിക്ക് ആദ്യ തവണ 1 ലക്ഷം ദിർഹം പിഴ ചുമത്തും. ആവർത്തിച്ചാൽ 3 ലക്ഷവും, മൂന്നാം തവണയും നിയമം ലംഘിച്ചാൽ 5 ലക്ഷം ദിർഹവുമാണ് പിഴ. 2022 മുതൽ 2025 ഏപ്രിൽ വരെ 2200 നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ വിദേശികൾക്ക് രാജ്യം വിടുന്നതിന് ജൂലൈ 1 മുതൽ നിർബന്ധമാക്കിയ എക്സിറ്റ് പെർമിറ്റ് യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപ് എടുത്തിരിക്കണമെന്ന് അതോറിറ്റി ഫോർ മാൻ പവർ. 7 ദിവസത്തിനകം എടുത്ത എക്സിറ്റ് പെർമിറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. വ്യക്തിയുടെ സിവിൽ ID ഉപയോഗിച്ച് സഹൽ ആപ്പിലൂടെയോ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വെബ്സൈറ്റിലൂടെയോ ആണ് എക്സിറ്റ് പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടത്. ജൂലൈ മുതൽ എക്സിറ്റ് പെർമിറ്റ് ഇല്ലാത്ത വിദേശികൾക്ക് യാത്രാനുമതി നിഷേധിക്കും. താൽക്കാലികമായോ സ്ഥിരമായോ കുവൈറ്റ് വിടുന്ന വിദേശികൾക്കും പെർമിറ്റ് നിർബന്ധമാണ്. നിയമവിധേയമായ മാർഗത്തിലൂടെ കമ്പനിയെ അറിയിച്ചാണോ വിദേശത്തേക്ക് പോകുന്നതെന്ന് അറിയാനും ഇതിലൂടെ സാധിക്കും. സർക്കാർ ജീവനക്കാരായ വിദേശികൾക്ക് ഈ നിയമം നിലവിലുണ്ട്. സ്ഥാപനവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വേനലവധി പ്രമാണിച്ചുള്ള തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രാ മുന്നറിയിപ്പ് നൽകി എമിറേറ്റ്സ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള UAE വിമാന കമ്പനികൾ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം വ്യാഴാഴ്ച മുതൽ ഈ മാസം 30 വരെ വർദ്ധിക്കുമെന്നാണ് എമിറേറ്റ്സിന്റെ അറിയിപ്പ്. ഈ ആഴ്ച മാത്രം ദുബായ് വിമാനത്താവളം വഴി ദിവസേന 30,000 യാത്രക്കാർ സഞ്ചരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസമായി ഇസ്രയേൽ-ഇറാൻ സംഘർഷവും പിന്നീടുണ്ടായ വെടിനിർത്തലും മൂലം വ്യോമപാത താൽക്കാലികമായി അടച്ചിടുകയും ഒട്ടേറെ വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. എങ്കിലും യാത്രക്കാരുടെ തിരക്കിൽ കുറവ് വന്നില്ല എന്നും 12 ലക്ഷം യാത്രക്കാർ കഴിഞ്ഞ 2 ആഴ്ചയിൽ എയർലൈനിൽ യാത്ര ചെയ്തതായും എമിറേറ്റ്സ് അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സൗഹൃദ സന്ദർശനത്തിനായി ബുധനാഴ്ച ഖത്തറിലെത്തി. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രസിഡന്റിനെയും പ്രതിനിധി സംഘത്തെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി സ്വീകരിച്ചു. ഖത്തർ അമീറിന്റെ പേഴ്സണൽ പ്രതിനിധി ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽത്താനി, പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയുമായ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി, ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സുരക്ഷാ സേനയുടെ കമാൻഡറുമായ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽത്താനി ഉൾപ്പെടെയുള്ളവർ UAE പ്രസിഡന്റിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ അതിവേഗം എത്തിക്കുന്ന ഡ്രോൺ ഡെലിവറി സേവനത്തിന്റെ പരീക്ഷണ പറക്കൽ അബുദാബിയിൽ വിജയകരം. നൂതന ഗതാഗത സാങ്കേതിക വിദ്യയിലൂടെ ലോജിസ്റ്റിക് സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. പരീക്ഷണം ലക്ഷ്യം കണ്ടതോടെ ഡ്രോൺ പാഴ്സൽ ഡെലിവറി സേവനം തലസ്ഥാന നഗരിയിൽ വൈകാതെ തുടങ്ങും. ഖലീഫ സിറ്റിയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പാക്കേജ് സ്വീകരിച്ച് നിമിഷനേരം കൊണ്ട് സ്വയം നിയന്ത്രിത ഡ്രോൺ ലക്ഷ്യത്തിലെത്തി ഡെലിവറി ചെയ്തു മടങ്ങി. നൂതന ഗതാഗത രീതികൾ ഡെലിവറി സമയവും ചെലവും കുറയ്ക്കുമെന്ന് മാത്രമല്ല കൂടുതൽ പേർക്ക് സേവനം എത്തിക്കാനും സാധിക്കുമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം ഡിവിഷൻ ഡയറക്ടർ ഹുമൈദ് സബർ അൽഹമേലി പറഞ്ഞു. ഇനി ആലൻ ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.86 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.34 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 280.53 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 222.57 ഇന്ത്യൻ രൂപ.